ഹായ് ഓൾ വെൽക്കം റെയിൻബോ സീരീസിന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്വാണ്ടം കെമിസ്ട്രിയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് എടുത്തിരിക്കുന്നത്. കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈസി ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഒരു പ്രാവശ്യം ഇതിനെ കുറിച്ച് അറിയെങ്കിൽ കമ്മ്യൂട്ടേറ്റർ എന്താണ്, അതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. പ്രോപ്പർട്ടീസ് ഓഫ് കമ്മ്യൂട്ടേറ്റർ പഠിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ എന്താണ്? ദ കമ്മ്യൂട്ടേറ്റർ എക്സ് സ്ക്വയർ പി എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 2x അയോട്ട എച്ച് കട്ട്, അതുപോലെ 2 അയോട്ട എച്ച് കട്ട്, 4 അയോട്ട എച്ച് കട്ട്, ഡി ഓപ്ഷൻ 2 അയോട്ട എച്ച് കട്ട്, എക്സ് പി എക്സ് പ്ലസ് പി എക്സ് എക്സ്. ഇതിൽ എക്സ് എന്ന് പറയുന്നത് പൊസിഷൻ ഓപ്പറേറ്റർ, പി എക്സ് എന്ന് പറയുന്നത് മൊമെന്റം ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഓൾറെഡി നമുക്ക് അറിയുന്ന ഒരു കാര്യം എന്താ, എക്സ് പി എക്സിന്റെ കമ്മ്യൂട്ടേറ്റർ നമ്മൾ ബൈ ഹാർട്ട് പഠിച്ചിട്ടുണ്ടാവും. എക്സ് പി എക്സ് എന്ന് പറയുന്നതിന്റെ കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്നത് അയോട്ട എച്ച് കട്ടാണ് വരുന്നത്. അയോട്ട എച്ച് കട്ടാണ് എക്സ് പി എക്സിന്റെ കമ്മ്യൂട്ടേറ്റർ ചെയ്യാനുള്ള ലോങ് മെത്തേഡ് ഒക്കെ ഉണ്ട്. അത് അറിഞ്ഞിരിക്കണം. അത് നമുക്കിതിപ്പോ ഓൾറെഡി നമുക്കിത് ബൈ ഹാർട്ട് ആയതുകൊണ്ട് ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നു അത്ര. ഇത് നമ്മൾ ചെയ്ത് പഠിക്കുന്നതിനാണ് തിയറിയിൽ. അപ്പൊ എക്സ് പി എക്സിന്റെ കമ്മ്യൂട്ടേറ്റർ എന്ന് പറഞ്ഞാൽ അയോട്ട എച്ച് കട്ടാണ്. പി എക്സ് എക്സ് ആണെങ്കിൽ തിരിച്ചിടും, ഇതിന്റെ ഓർഡർ തിരിച്ചിടുകയാണെങ്കിൽ അവിടെ മൈനസ് അയോട്ട എച്ച് കട്ട് എന്നും കൂടി നമ്മൾ ഇടണ്ടേ, മൈനസ് സൈന് കൊടുക്കേണ്ടി വരും തിരിച്ചാണെങ്കിൽ. അപ്പൊ സൈന് നമ്മൾ നോക്കിയിരിക്കണം. അപ്പൊ എക്സ് പി എക്സിന്റെ കമ്മ്യൂട്ടേറ്റർ കാണാൻ നമ്മൾ ശരിക്കും എന്താ ചെയ്യേണ്ടത്, എക്സ് പി എക്സ് മൈനസ് പി എക്സ് എക്സ് ഇത് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, കമ്മ്യൂട്ടേറ്റർ കിട്ടുന്നത്. അപ്പൊ ഈ ഒരു ഓർഡർ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ആദ്യം ഇട്ടത് എക്സ് പി എക്സ് ആണെങ്കിൽ തിരിച്ച് പി എക്സ് എക്സ് എന്നുള്ള ഇടം. ഇനി പി എക്സ് എക്സ് ആണെങ്കിൽ പി എക്സ് എക്സ് മൈനസ് എക്സ് പി എക്സ്. ഇത് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് അയോട്ട എച്ച് കട്ട് കിട്ടേണ്ടത്. അപ്പം അത് നമ്മൾ പി എക്സ് എന്ന് പറയുന്നത് എങ്ങനെ ചെയ്യണം, അയോട്ട എച്ച് ഡോ ബൈ ഡോ എക്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യണം. പി എക്സിന്റെ കമ്മ്യൂട്ടേറ്ററിന്റെ എക്സ്പാൻഷൻ ഒക്കെ നമുക്ക് അറിയണം, അത് വെച്ചിട്ടാണ് ചെയ്യുക. ഞാൻ ഈ ക്വസ്റ്റ്യൻ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് നമുക്ക് അറിയുന്ന കുറെ കാര്യങ്ങൾ വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. അപ്പൊ ഇത് എല്ലാവരും ബൈ ഹാർട്ട് ചെയ്തിരിക്കേണ്ടതാണ്. ക്വസ്റ്റ്യൻ നമ്മൾ ആ സമയത്ത് എക്സ് പി എക്സിൻ്റെതൊക്കെ വളരെ കോമൺ ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. എക്സ് പി എക്സിന്റെ കമ്പ്യൂട്ടർ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അയോട്ട എച്ച് കട്ട് കിട്ടും. പി എക്സ് എക്സ് തിരിച്ചിടുകയാണെങ്കിൽ നമുക്ക് മൈനസ് അയോട്ട എച്ച് കട്ട് കിട്ടും. ഓക്കെ, ഇനി നമ്മള് പ്രോപ്പർട്ടീസ് ഓഫ് കമ്മ്യൂട്ടേറ്ററിൽ പഠിച്ചിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതെന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റർ ഓഫ് എ ബി സി. ഇതാണ് കമ്മ്യൂട്ടേറ്റർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ബി ഇൻറ്റു കമ്മ്യൂട്ടേറ്റർ ഓഫ് എ സി പ്ലസ് കമ്മ്യൂട്ടേറ്റർ ഓഫ് എ ബി ഇൻറ്റു സി. ഇത് ഈക്വൽ ആണ്. ഇതൊരു പ്രോപ്പർട്ടിയാണ്. കമ്മ്യൂട്ടേറ്ററിന്റെ പ്രോപ്പർട്ടീസ് കുറെ പഠിക്കുന്നുണ്ട്, അതിലൊരു പ്രോപ്പർട്ടിയാണ്. ഇത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. വേറെ ഒരു കാര്യം കൂടി ഉണ്ട്, ഇത് നിങ്ങൾ ഓർത്ത് വെക്കണം. എക്സ് റേസ് ടു എൻ പി എക്സ്, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ കമ്മ്യൂട്ടേറ്റർ കാണേണ്ടത്. അപ്പൊ നമുക്ക് എന്തറിയാം, എക്സ് പി എക്സിൻ്റെതായ അറിയാം അയോട്ട എച്ച് കൊട്ടാണെന്ന്. എക്സ് റേസ് ടു എൻ ഇവിടെ വന്നിട്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, എക്സ് റേസ് ടു എന്നിന്റെ ഡിഫറൻസിയേഷൻ എടുക്കണം. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ എടുക്കുക. ഓക്കെ, എക്സ് റേസ് ടു എൻ. എന്നിട്ട് പിന്നെ ഞാൻ ചെയ്യേണ്ടത് കമ്മ്യൂട്ടേറ്റർ ഓഫ് എക്സ് പി എക്സ് മാത്രം ചെയ്താൽ മതി. അങ്ങനെയാകുമ്പോൾ ഇതിന്റെ ആൻസർ കിട്ടും. ഇനി ഇവിടെ പി എക്സ് റേസ് ടു എൻ ആണെങ്കിൽ അതുപോലെ ചെയ്താൽ മതി. ഡി ബൈ ഡി എക്സ് ഓഫ് പി റേസ് ടു എൻ, പി എക്സ് റേസ് ടു എന്നിന്റെ ഡിഫറൻസിയേഷൻ ചെയ്യുക. ബാക്കി കമ്മ്യൂട്ടേറ്റർ കാണേണ്ടത് എക്സ് പി എക്സിന്റെ മാത്രം ചെയ്താൽ മതി. ഇവിടെ എക്സ് റേസ് ടു എൻ എന്നുള്ള ഫോമിലാണ് ഞാൻ എടുക്കുന്നെങ്കിൽ ഇങ്ങനെയാണ് വരിക. അപ്പൊ എന്താണ് എക്സ് റേസ് ടു എന്നിന്റെ ഡിഫറൻസിയേഷൻ, എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1. ഇതാണ് ഇതിന്റെ കമ്മ്യൂട്ടേറ്റർ, സോറി ഡിഫറൻസിയേഷൻ. പിന്നെ നമുക്ക് എക്സ് പി എക്സ് എന്ന് പറയുന്നതിന്റെ കമ്മ്യൂട്ടേറ്റർ എന്താ, അയോട്ട എച്ച് കട്ട് അല്ലെങ്കിൽ അയോട്ട എച്ച് ക്രോസ്. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ എന്ത് വരും, എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1 എക്സ് പി എക്സിൻ്റെത് അയോട്ട എച്ച് കട്ട്. ഇതാണ് നമ്മുടെ ആൻസർ വരിക. ഓക്കെ, അപ്പൊ ഈ പ്രോപ്പർട്ടീസ് ഒക്കെ അറിയാമെങ്കിൽ ഇതൊക്കെ നമുക്ക് എക്സ് പി എക്സിന്റെ കമ്പ്യൂട്ടർ ഇരുന്നാലും ബൈ ഹാർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ പ്രോപ്പർട്ടി നമുക്കറിയണം, ഈ പ്രോപ്പർട്ടി നമുക്കറിയണം. ഇതൊക്കെ ക്വാണ്ടം കെമിസ്ട്രി പഠിച്ചവരാണെങ്കിൽ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ എക്സ് സ്ക്വയർ പി എക്സ് സ്ക്വയറിനെ ഞാൻ വേറൊരു ഫോമാറ്റിലേക്ക് മാറ്റിയിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പോവാം. എന്ത് ചെയ്യുക, എക്സ് സ്ക്വയറിനെ ഞാൻ അതുപോലെ വെക്കുകയാണ്. എക്സ് സ്ക്വയറിനെ അതുപോലെ വെക്കുക. പി എക്സ് സ്ക്വയർ ആണല്ലോ അടുത്തുണ്ടായിരുന്ന, പി എക്സ് സ്ക്വയറിനെ ഞാൻ പി എക്സ് ഇൻറ്റു പി എക്സ് എന്ന് പറയുന്നത് പി എക്സ് സ്ക്വയർ തന്നെയല്ലേ, അങ്ങനെ എഴുതുകയാണ്. നേരത്തെ ആ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്യണം എനിക്ക്. എ ഇൻറ്റു എ കമ്മ്യൂട്ടേറ്റർ ഓഫ് എ ബി സി എന്നുള്ളതിനെ എനിക്ക് ചെയ്യണം. അപ്പം ഇതിനെ നമ്മൾ എങ്ങനെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യും, പി എക്സ് ഇൻറ്റു കമ്മ്യൂട്ടേറ്റർ ഓഫ് എക്സ് സ്ക്വയർ
px പ്ലസ് പിന്നെ കമ്മ്യൂട്ടേറ്റർ ഓഫ് എക്സ് സ്ക്വയർ പി എക്സ് ഇൻറ്റു പി എക്സ്. ഇതാണ് ആ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട്, ഈ പ്രോപ്പർട്ടി ഉണ്ടല്ലോ എ ബി സി എന്നുള്ള ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ മാറ്റി എഴുതാം. ഓക്കെ, പി എക്സ് സ്ക്വയർ ഞാൻ പി എക്സ് ഇൻറ്റു പി എക്സ് എന്ന് എഴുതിയെന്ന് മാത്രം. ഓക്കെ, ക്ലിയർ. ഇനി ഇതിനെ ഞാൻ പി എക്സിന് അതുപോലെ തന്നെ ഞാൻ വെക്കുകയാണ്. പി എക്സിന് ഒന്നും ചെയ്യേണ്ട, പുറത്തല്ലേ ഉള്ളത്. കമ്മ്യൂട്ടേറ്റർ ഓഫ് എക്സ് സ്ക്വയർ പി എക്സ്. ഇപ്പൊ ഞാനിപ്പം പറഞ്ഞു എക്സ് സ്ക്വയർ ഉണ്ട് അല്ലെങ്കിൽ എക്സ് റൈസ് ടു എൻ ഉണ്ടെങ്കിൽ അതിന്റെ നമ്മൾ എന്ത് ചെയ്യണം, ഡിഫറൻസിയേഷൻ എടുക്കണം. എക്സ് സ്ക്വയറിന്റെ ഡിഫറൻസിയേഷൻ എന്താ, എക്സ് സ്ക്വയറിന്റെ ഡിഫറൻസിയേഷൻ എക്സ് റൈസ് ടു എൻ ആണെങ്കിൽ എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1. സോ എക്സ് സ്ക്വയറിന്റെ 2x ആണ് വരിക. ഡിഫറൻസിയേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഇസ് 2x. അപ്പം എക്സ് പി എക്സിന്റെ കമ്മ്യൂട്ടേറ്റർ, എക്സ് പി എക്സ് അതുപോലെ എഴുതുക കമ്മ്യൂട്ടേറ്റർ. പ്ലസ് ഇവിടെയും ഞാൻ അതുപോലെ എഴുതുക, എക്സ് സ്ക്വയറിന്റെ ഡിഫറൻസിയേഷൻ ഇസ് 2x പിന്നെ എക്സ് പി എക്സ്. ഓക്കെ, ഇൻറ്റു പി എക്സ്. ഓക്കെ, അപ്പൊ പി എക്സ് ഇവിടെ തന്നെ ഉണ്ട്, 2px ഇൻറ്റു 2x. ഓക്കെ, എക്സ് പി എക്സ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂട്ടേറ്റർ ഓഫ് എക്സ് പി എക്സ് എന്ന് പറഞ്ഞാൽ അയോട്ട എച്ച് കട്ട് പ്ലസ് 2x ഇവിടെ ഉണ്ട്. എക്സ് പി എക്സിന്റെ കമ്മ്യൂട്ടേറ്റർ ഓഫ് എക്സ് പി എക്സ് എന്ന് പറയുന്നത് അതും അയോട്ട എച്ച് കട്ട് പി എക്സ് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ എനിക്ക് ഇവിടെ 2ഉം അയോട്ട എച്ച് കട്ട് സ്ക്വയർ രണ്ടിടത്ത് കോമൺ ആണ്. 2 ഇവിടെ ഉണ്ട്, അയോട്ട ഉണ്ട്, എച്ച് കട്ട് ഉണ്ട്. ഇവിടെയും 2 ഉണ്ട്, അയോട്ട ഉണ്ട്, എച്ച് കട്ട് ഉണ്ട്. അതിന് ഞാൻ പുറത്തേക്ക് എടുത്തു. 2 അയോട്ട എച്ച് കട്ട്. ഇനി ഇവിടെ എന്താ ഉള്ളത്, പി എക്സ് ഉണ്ട്. ഇവിടെ കമ്മ്യൂട്ടേറ്റർ എഴുതണ്ട, ഇവിടെ ബ്രാക്കറ്റ് ഇടുകയാണ് ഞാൻ. പി എക്സ് ഇവിടെ കമ്മ്യൂട്ടേറ്റർ അല്ല, ബ്രാക്കറ്റ് ഇട്ടത് സാധാ ബ്രാക്കറ്റ്. പി എക്സ് ഇൻറ്റു പിന്നെന്താ ഇവിടെ ഞാൻ എക്സ് ഉണ്ട്, പി എക്സ് എക്സ് പ്ലസ് ഇവിടെ അയോട്ടയും 2ഉം എച്ച് കട്ട് കൊടുത്തു. പിന്നെന്താ ഉള്ളത് ഇവിടെ എക്സ് പി എക്സ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പി എക്സ് ഇൻറ്റു എക്സും എക്സ് ഇൻറ്റു പി എക്സും ഡിഫറെന്റ് ആണ്. പി എക്സ് ചെയ്തതിന്റെ ഇത് ഓപ്പറേറ്റേഴ്സ് ആണ്, സാധാരണ നമ്പേഴ്സ് അല്ല. അപ്പൊ 2 into 3 6 ആണ്, അതുപോലെ 3 into 2 6 ആണെന്ന് പറയുന്ന പോലെ ചെയ്യാൻ പാടില്ല. പി എക്സിന്റെ പൊസിഷൻ ആണ് ഫസ്റ്റ് ഉള്ളത്, ഇവിടെ പി എക്സിന്റെ പൊസിഷൻ സെക്കൻഡ് ആണ് ഉള്ളത്. പക്ഷെ ഇതിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് വേണമെങ്കിൽ എഴുതാം. എങ്ങനെ മാറ്റി എഴുതാം, 2 അയോട്ട എച്ച് കട്ട്. ഇതിന് ഞാൻ ആദ്യം എഴുതുന്നതിനെ കൊണ്ട് പ്രശ്നമില്ലല്ലോ. ഈ എക്സ് പി എക്സിനെ ഞാൻ ആദ്യം എഴുതി, ഈ എക്സ് പി എക്സിനെയാണ് ആദ്യം എഴുതുന്നത്. ഓക്കെ, ഈ എക്സ് പി എക്സ് ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി, ഈ പൊസിഷനിലേക്ക് ഇതിനെ എഴുതി, ഇതിനെ ഞാൻ ഇപ്പുറത്തെ പൊസിഷനിലേക്ക് കൊണ്ടുപോയി. വേറെ വ്യത്യാസമൊന്നും ചെയ്തില്ല, പി എക്സ് എക്സ്. ഓക്കെ, ഇതിന് രണ്ടിനും തിരിച്ച് എഴുതാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. പി എക്സ് എക്സിന് എക്സ് പി എക്സ് എഴുതാൻ പറ്റില്ല. പക്ഷെ എക്സ് പി എക്സിനെ എനിക്ക് ആദ്യം എഴുതിക്കൂടെ, കാരണം ഇതൊരു ജസ്റ്റ് സമ്മേഷൻ അല്ലേ. എ പ്ലസ് ബിനെ നമുക്ക് ബി പ്ലസ് എന്ന് എഴുതിക്കൂടെ, അതുപോലെ മാറ്റി എഴുതിയെന്ന് മാത്രം. ഇനി ഇത് നമുക്ക് ഓപ്ഷനിൽ ഉണ്ടോ നോക്കാം. 2 അയോട്ട എച്ച് കട്ട് എക്സ് പി എക്സ് പ്ലസ് പി എക്സ് എക്സ് അല്ലേ, 2 അയോട്ട എച്ച് കട്ട് എക്സ് പി എക്സ് പ്ലസ് പി എക്സ് എക്സ്. സോ നമ്മുടെ ആൻസർ എന്താണ് വരുന്നത്, ഡി ഓപ്ഷൻ ആണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ. സോ കമ്മ്യൂട്ടേറ്റർ ഓഫ് എക്സ് സ്ക്വയർ പി എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 അയോട്ട എച്ച് കട്ട് എക്സ് പി എക്സ് പ്ലസ് പി എക്സ് എക്സ്. അപ്പൊ എക്സ് പി എക്സും പി എക്സ് എക്സും ഈക്വൽ അല്ല എന്ന് മനസ്സിലാക്കണം. ബിക്കോസ് പി എക്സ് എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റർ ആണ്, മൊമെന്റം ഓപ്പറേറ്റർ, മൊമെന്റം ഓപ്പറേറ്റർ, കമ്മ്യൂട്ടേറ്റർ അല്ല, ഓപ്പറേറ്റർ ആണ്. ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ അയോട്ട എച്ച് കട്ട് ഡോ ബൈ ഡോ എക്സ് ഒക്കെ വരും അതിന്റെ കൂട്ടത്തില്. മൈനസ് അയോട്ട എച്ച് കട്ട് ഡോ ബൈ ഡോ എക്സ് വരും. അപ്പം ഡോ ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് ഡിഫറൻസിയേഷൻ ആണ്. അപ്പം ഇതിന്റെ പൊസിഷൻ മാറുന്നതിനനുസരിച്ച് ഇതും മാറും. ഇവിടെ ആദ്യം തന്നെ ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് ആ വരിക, ഇവിടെ ആണെങ്കിൽ എക്സ് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ആ വരിക. അപ്പൊ പൊസിഷൻ മാറിയില്ലേ. അപ്പൊ ഇവിടെ ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ്, ഡോ ബൈ ഡോ പി എക്സിന്റെ കൂടെ മൈനസ് ആയിട്ട് എച്ച് കട്ട് ഉണ്ടാവും, അതുപോലെ ഡോ ബൈ ഡോ എക്സ് പിന്നെയാണ് എക്സ്. അപ്പൊ എക്സിനെ എനിക്ക് ഇവിടെ ഡിഫറൻഷിയേഷൻ ചെയ്യാം. പക്ഷെ ഇവിടെ നോക്കിയാട്ടെ എക്സ് ഇൻറ്റു പി എക്സ് ആണ്, പി എക്സ് വരുമ്പോൾ ഇവിടെ ഒരു കോൺസ്റ്റന്റ് ഉണ്ട് മൈനസ് ആയിട്ട് എച്ച് കട്ട് പിന്നെ ഡോ ബൈ ഡോ എക്സ്. അപ്പൊ ഇവിടെ ഞാൻ എക്സിനെ ഡിഫറൻഷിയേഷൻ ചെയ്യണ്ട. അപ്പൊ രണ്ടും വ്യത്യാസമല്ലേ. ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1 ആ, എക്സ് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് 1 അല്ല, അത് മനസ്സിലാക്കണം. സോ എക്സ് പി എക്സും പി എക്സ് എക്സും ഈക്വൽ അല്ല എന്ന് ഓർത്ത് വെക്കുക. സോ ഡി ആണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ. അപ്പൊ കമ്മ്യൂട്ടേറ്റർ കാണാനുള്ള, കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ ക്വാണ്ടം കെമിസ്ട്രിയിൽ കുറെ പാർട്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം കുറെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഉണ്ട്. നമ്മളെ ക്വാണ്ടം കെമിസ്ട്രി വലിയ ചാപ്റ്റർ ആണല്ലോ. ആ ചാപ്റ്ററിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കിയിരിക്കേണ്ട ഒരു പോർഷൻ ആണ് കമ്മ്യൂട്ടേറ്റർ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു പോർഷനിൽ. ക്വാണ്ടം കെമിസ്ട്രിയിൽ നിന്ന് വളരെ ഡിഫിക്കൽട്ട് ആയിട്ട് ക്വസ്റ്റ്യനും വരാം, ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനും വരാം. കമ്മ്യൂട്ടേറ്റർ എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ആ പോർഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് കമ്മ്യൂട്ടേറ്ററിൻ്റെത്. സോ ആ ഒരു പോർഷൻ എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക.
ക്വാണ്ടം കെമിസ്ട്രി പഠിക്കുന്ന സമയത്ത് മുഴുവനായിട്ട് സിലബസ് ക്വാണ്ടം കെമിസ്ട്രിയുടെ മുഴുവൻ സിലബസും പഠിച്ചില്ലെങ്കിലും തുടക്കം എന്തായാലും പഠിച്ചിരിക്കുക, കമ്മ്യൂട്ടേറ്റർ വരെ, അല്ലെങ്കിൽ നമ്മളെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻസും പിന്നെ അതിന്റെ കുറച്ച് എന്താ പറയാ സിംഗിൾ വാല്യൂഡ് ആയിരിക്കണം, വേവ് ഫംഗ്ഷന്റെ കുറെ ക്യാരക്ടറിസ്റ്റിക് നമ്മൾ പഠിക്കുന്നില്ലേ, അതുവരെയൊക്കെ എന്തായാലും 3D ബോക്സ് വരെ അങ്ങനെയുള്ള കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സ് വരെ നമ്മൾ കവർ ചെയ്ത് വെച്ചിരിക്കുക. കാരണം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസും ക്വാണ്ടത്തിൽ നിന്ന് വരും. ബാക്കിയുള്ളത് എക്സ്ട്രാ ലെവൽ കുറച്ച് അഡ്വാൻസ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പക്ഷെ ബേസിക് ആയിട്ട് തുടക്കത്തിലുള്ള പോർഷൻസ് എന്തായാലും നോക്കിയിട്ട് വരിക. നമുക്ക് ക്വാണ്ടം കെമിസ്ട്രിന്ന് വരുന്ന എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതും നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ക്വാണ്ടം കെമിസ്ട്രി ആസ് സച്ച് നമ്മൾ ഒഴിവാക്കാൻ പാടില്ല എക്സാമിനേക്ക് പോകുമ്പോൾ. സോ ഐ ഹോപ്പ് the problem is clear to you. Thank you so much.